നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഘടനയിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ വലിയൊരു ചതിക്കുഴിയുണ്ടോ എന്നാണ് ഇന്ന് പലരും ചോദിക്കുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 ഉയർത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. എന്നാൽ ഇത് കേവലം സീറ്റുകളുടെ വർധനവ് മാത്രമല്ല, പ്രതിപക്ഷത്തെ തകർക്കാനുള്ളൊരു 3 സ്റ്റെപ്പ് വോട്ട് ചോരി അഥവാ വോട്ട് മോഷണമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ജനസംഖ്യ എന്ന ഇരട്ടത്താപ്പ്. മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും ഉൾപ്പെടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കൃത്യമായി കുടുംബക്ഷേമ പദ്ധതികളിലൂടെ ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചു. ഇതിന് പ്രതിഫലമായി ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് കുറഞ്ഞ പ്രാതിനിധ്യമാണ്. ലേഖനം ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് പുതിയ കണക്ക് വരുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ സീറ്റുകൾ 80 നിന്ന് 138 കൂടും. എന്നാൽ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 31 സീറ്റുകൾക്ക് പകരം വെറും 23 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. തമിഴ്നാടിൻ്റെ കാര്യവും സമാനമാണ്. അതായത് BJPക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കരുത്തും BJP ദുർബലമായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെൻറ്റിൽ കുറഞ്ഞ ശബ്ദവും ലഭിക്കുന്ന അവസ്ഥ. അടുത്ത പ്രധാന വാക്കാണ് ഗെറിമാൻഡറിംഗ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ മണ്ഡലങ്ങളുടെ അതിർത്തി മാറ്റിവരയ്ക്കുന്ന തന്ത്രമാണിത്. ഇതിനായി പ്രധാനമായും 2 രീതികളാണ് ഉപയോഗിക്കുന്നത്: പാക്കിംഗ്, ക്രാക്കിംഗ്. അസമിലും ജമ്മു കാശ്മീരിലും ഇത് പരീക്ഷിച്ചു കഴിഞ്ഞു. അസമിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം ഒരു മണ്ഡലത്തിലേക്ക് മാത്രം ഒതുക്കുന്നു. ഇതിലൂടെ പ്രതിപക്ഷ വോട്ടുകൾ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റു മണ്ഡലങ്ങൾ ഭരണകക്ഷിക്ക് എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് പ്രതിപക്ഷ വോട്ടുകൾ പല മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ഇതിലൂടെ ഒരിടത്തും ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാതാകുന്നു. ഇത് ജനാധിപത്യത്തിലെ ഒരാൾക്ക് ഒരു വോട്ട് എന്ന തുല്യനീതിയെ തകർക്കുന്ന ഒന്നാണ്. ജമ്മു കശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള കശ്മീർ മേഖലയുടെ പ്രാതിനിധ്യം കുറച്ച് ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മുവിന് പ്രാതിനിധ്യം നൽകുന്ന രീതിയിലായിരുന്നു മണ്ഡല പുനർനിർണയം. ഭൂമിശാസ്ത്രപരമായ ബന്ധമില്ലാത്ത പ്രദേശങ്ങളെപ്പോലും കൂട്ടിച്ചേർത്തു. അസമിലും സമാനമായ മാറ്റങ്ങൾ വരുത്തി. 2001 സെൻസസ് ഉപയോഗിച്ച് ചിലയിടത്തും പുതിയ കണക്കുകൾ ഉപയോഗിച്ച് മറ്റു ചിലയിടത്തും മണ്ഡലം മാറ്റിയത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണെന്ന ആക്ഷേപം ശക്തമാണ്. ഇത് ദേശീയ തലത്തിൽ നടപ്പിലാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കപ്പെടും. ചുരുക്കത്തിൽ മണ്ഡല പുനർനിർണയം എന്നത് കേവലം അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യമല്ല, അത് നമ്മുടെ വോട്ടിൻ്റെ മൂല്യത്തെ തീരുമാനിക്കുന്ന ഒന്നാണ്. BJP ദുർബലമായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളെയും രാഷ്ട്രീയമായി നിശബ്ദമാക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ കാണേണ്ടി വരും. തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ മുതൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വരെ ചർച്ചയാകുമ്പോൾ ഈ ഡീലിമിറ്റേഷൻ ബില്ലും ജനാധിപത്യ വിശ്വാസികൾ അതീവ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്.